മൻ തഅല്ലഖ തമീമൻ ഫഖദ് അശ്റക. ആരെങ്കിലും ഒരു ഏലസ് കെട്ടിയാൽ അവൻ ഷിർക്ക് ചെയ്തു. പലരും പറയാറുള്ളത് ഏലസ് എന്നത് ഖുർആനാണ്, അതിലുള്ളത് ഖുർആനാണ്, അതുകൊണ്ട് ധരിക്കുന്നതിൽ കുഴപ്പമില്ല, ഉസ്താദ് തന്നതാണ് എന്നൊക്കെ. പക്ഷെ നമ്മളൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഒരു ഏലസ്, നമ്മളൊന്ന് ഒരൊറ്റ ഒരു ഏലസ് മാത്രം നമ്മൾ പരിശോധിക്കാൻ പോകണം. എന്താണ് അതിനുള്ളിലുള്ളത്, എന്താണ് അവർ ചെയ്യുന്നത്? ഇത് രോഗവും ദുസ്വപ്നങ്ങളും അങ്ങനെയുള്ള പല ജീവിത പ്രശ്നങ്ങൾക്കും വേണ്ടി മൗലാനമാർത്തും ഉസ്താദുമാർത്തും ചെല്ലുമ്പോൾ അവർ ഇങ്ങനെയുള്ള കുറെ കുത്തിക്കുരുക്കലും വരകളും അക്കങ്ങളും ഒക്കെ എഴുതിയിട്ട്, അറബിയിൽ കുറെ അക്ഷരങ്ങളും എഴുതിയിട്ട് പാവപ്പെട്ട ജനങ്ങളിലേക്ക് കൊടുക്കും. അവരറിയാതെ അത് ഇട്ടു നടക്കും. പക്ഷെ ഇന്ന് നമ്മൾ കാണാൻ പോവുകയാണ് എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്, എന്താണ് ഇവർ എഴുതുന്നത്, ഇത് ഷിർക്കാണോ അല്ലേ പരിശോധിക്കാം. ഈ വീഡിയോ അവസാനം വരെ കാണുക. Next one inside of this ta'weeth, it has a collection. A'udhu billahi minash shaitanir rajim. The same thing happened again. There we go. Watch. He says, Bismillah ar-Rahman ar-Rahim. And says again, Ya buduh, Ya buduh, Ya buruh, or whatever it is. A'udhu billahi minash shaitanir rajim. Here, he says, Ya Ghuth, Ya Ghuth. They believe that Ghuth is the pious man Abdul Qadir Jailani rahimahullah, who was a pious man. Muhyiddin Sheikh Abdul Qadir Jilani ഉദ്ദേശിച്ചുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യാ ഗൗസ്, അദ്ദേഹത്തെ വിളിച്ച് സഹായം തേടുകയാണ്. Again, the other one, and people are wearing these in their necks, thinking that this is the words of Allah and He's gonna protect them. A'udhu billahi minash shaitanir rajim. A'udhu billahi minash shaitanir rajim. Look at this. Bismillahir rahmanir rahim. Bihaqqi ya Jibra'il. Means by the right, Ya Jibra'il, calling upon the angels of Allah subhanahu wa ta'ala. وَمِن شَرِّ النَّفَّاثَاتِ فِي الْعُقَدِ means seek. ഖുർആനിൽ പറയുന്നു, وَمِن شَرِّ النَّفَّاثَاتِ فِي الْعُقَدِ, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരെ കെടുതിയിൽ നിന്നും ഷർറിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം തേടുന്നുവെന്ന്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഒരു ഏലസ്, ഇത് കട്ടിലിനടിയിൽ അഥവാ തലയണയുടെ അടിയിൽ വെക്കാൻ ഉസ്താദ് മൗലാന കൊടുത്തു വെച്ചിട്ടാണ്. ഇതിലെന്താണ് നമുക്ക് പരിശോധിക്കാം. ഇതിൽ ഒരുപാട് കെട്ടുകൾ കെട്ടിയിട്ടുണ്ട്, അതോടൊപ്പം അതിന്റെ കൂടെ ഒരു കഷ്ണം പേപ്പറും ഉണ്ട്. എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഖുർആനാണെന്നല്ലോ പലരും പറയുന്നത്. ഇതിൽ എന്താണ് ഖുർആൻ ഉള്ളത് നമുക്ക് പരിശോധിക്കാം. Begin by the words Fir'aun. A'udhu billah. It begins by the word Fir'aun, Karud, Sharaha, Sharhaman and Iblis. Wala'udhu billah. ഫിർഔന്റെ പേര്, ഹാമാന്റെ പേര്, ഇബ്ലീസിന്റെ പേര്. ഇതാണ് ഒരു മുസ്ലിം വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു രക്ഷാബന്ധൻ. തലയോണടിയിൽ വെക്കാൻ ഉസ്താദ് കൽപ്പിച്ച അതേ രക്ഷാബന്ധൻ. Sharhaman, Iblis. സുഹൃത്തുക്കളെ, കണ്ടില്ലേ? ഇത് തന്നെയാണ് എല്ലാ ഏലസിലും ഉള്ളത്. എല്ലാ ഏലസിലും പച്ചയായ ശിർക്കാണുള്ളത്. ഇബ്ലീസിനെ സന്തോഷിപ്പിക്കലാണത്. ഇബ്ലീസിനെ സന്തോഷിപ്പിച്ചാൽ എന്താ കിട്ടുക? ആൾക്കാർ പറയും എനിക്കിത് കെട്ടിയപ്പോൾ ആശ്വാസമുണ്ട്. എങ്ങനെ ആശ്വാസം കിട്ടാതിരിക്കും? ഇബ്ലീസ് ശല്യം ചെയ്യില്ലല്ലോ, ഇബ്ലീസിന് ദുസ്വപ്നങ്ങൾ കാണിക്കില്ലല്ലോ. കാരണം ഇബ്ലീസിന് സന്തോഷമായി. ഇങ്ങനെയുള്ള ഒരു ബന്ധനം നമ്മുടെ കഴുത്തിലോ കാലയിലോ അരയിലോ ഉണ്ടെങ്കിൽ ഇബ്ലീസിന് ഇതിൽ കൂടുതൽ സന്തോഷിക്കാൻ മറ്റെന്ത് വേണം? അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള വചനങ്ങൾ കെട്ടിയിട്ട് നടന്നല്ല. ഇതിൽ കൂടുതൽ സന്തോഷം ഇബ്ലീസിന് കിട്ടാനുണ്ടോ? ശയാത്യങ്ങൾക്ക് കിട്ടാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് തൗഹീദ് പ്രബോധനം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എങ്കിലും ഇത് പല നാടുകളിലും ഇപ്പോഴും ജനങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള തങ്ങന്മാരും ഇതേപോലെ എഴുതി കൊടുക്കുന്നുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് ഇതിനെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കുക. ഇതുപോലെയുള്ള ശിർക്കൻ മറ്റുള്ളവരുടെ കഴുത്തിലോ കാലിലോ കരണ്ടർ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് പച്ചയായ ശിർക്കാണ് ഇതിലുള്ളത്. ഇതിൽ ഖുർആനില്ല, ഒന്നുമില്ല. പച്ചയായ ശിർക്ക് മാത്രമാണെന്ന്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചു എന്നവരുടെ ഷെറിൽ നിന്ന് അള്ളാഹു കാക്കണേ എന്ന് പറയുന്ന വചനം എത്ര അർത്ഥവത്താണ്. അല്ലാഹു അക്ബർ. അഊദു ബില്ലാഹ്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ.